ഹലോ. അപ്പോൾ നമ്മളിത് ഇവിടെ ലേക്ക് എൻട്രൻസ് വന്നിട്ട് നമ്മളിവിടെ ഏറ്റവും ഇവിടുത്തെ അട്രാക്ഷനാണ് ഒരു ഫെറി പോകാൻ നമ്മൾ ക്രൂയിസ്. അപ്പോൾ നമ്മൾ ഇവിടെ തണ്ടർ ബേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൂയിസാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കൊരു 3 hours ഉണ്ട്. അപ്പോൾ നമ്മളത് ശരിക്കും എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോയേക്കാല്ലേ. Ready. മണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം ലേക്ക് എൻട്രൻസ് നമ്മുടെ ഈസ്റ്റേൺ വിക്ടോറിയയുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സമുദ്ര സമ്പത്ത് അതുതന്നെയാണ് നമ്മുടെ ലേക്ക് എൻട്രൻസ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗിപ്സ്ലാൻഡ് തടാകം സതേൺ ഓഷ്യനുമായിട്ട് വന്ന് ചേരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ലയിക്കുന്ന ഒരു മനോഹരമായ ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ബോട്ടിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിങ്ങാണിത്. അപ്പോൾ ഈ ബോട്ടിങ്ങിലൂടെ നമുക്ക് ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് ഏകദേശം നമുക്കൊരു നല്ല ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഇവർ നമുക്ക് ചെയ്തു തരുന്നത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന റിസർവ് ചെയ്തിരിക്കുന്ന പക്ഷികളെയും അതുപോലെ തന്നെ സീലുകളെയും അതുപോലെ ഇവിടെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളെയും ഒക്കെ നമുക്ക് കാട്ടിത്തരികയും അതെന്താണ് എന്ന് കൃത്യമായിട്ട് വിശദീകരിച്ച് തരുന്ന മനോഹരമായ ഒരു ട്രിപ്പാണ് കേട്ടോ. ഒരു സംശയവും വേണ്ട, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിനകത്ത് താഴെയും മുകളിലും ഇരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സീറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മുകളിലാണെങ്കിൽ കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് സറൗണ്ടിങ്സ് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ സമീപ സ്ഥാനങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടം ഡിക്കിലിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇതിൻ്റെ താഴത്തെ നിലയിൽ നമുക്ക് ഐസ്ക്രീം, അതുപോലെ കുട്ടികൾക്ക് കഴിക്കാവുന്ന ചിപ്സ് ഐറ്റംസ്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ കോൾഡ് വാട്ടർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും എല്ലാം നമുക്ക് കിട്ടും. Homes that are passing off to our left here these days are only up on our left here, running up between the two rock walls is the only entrance to the Gippsland Lakes. It was man-made and opened back on the 14th of June 1889. So it'll be back straight off to our left. A few pelicans off to our left here. The other black and white birds off to our left are cormorants. Back in the mid-90s, had a count on the cormorants, estimated to be between 40 and 45,000 throughout the lake system, and they are a protected species. So they've one. ഞാനാണ് ബോട്ടയിലെ കിളി. പുള്ളിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കണം നമ്മളാ. ഏത് നല്ല മച്ചാനോടെ നിന്ന് ഓടിക്കുന്നത് നമ്മൾ താണ്ട ഈ സൈഡിലിരുന്ന് പുള്ളിക്ക് സൈഡ് പറഞ്ഞു കൊടുത്തത്. അതാണ് എൻ്റെ സൈഡ്. ഓത്തെ തുമ്പം പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ സൈഡ് പറഞ്ഞു കൊടുക്കുവാണ് അളിയന്. ഏത് അളിയന് സൈഡ് പറഞ്ഞു കൊടുക്കുക. And the silver gull is what most people call a seagull. Entrance to Australia, there behind us. Very calm out there today compared to how can a clear night, visible about 20 kilometres out to sea. And you have the Princess Highway running down the side of the hill. ഇത് നമ്മുടെ ഡ്രൈവർ ക്യാബിനകത്തേക്ക് നമുക്ക് കയറി പോകാം. അതുപോലെ തന്നെ ടോം ക്രൂസിനെ പോലെ സുന്ദരനായിട്ടുള്ള ഒരു കപ്പിത്താനായിരുന്നു നമുക്കുള്ളത് കേട്ടോ.
jetty coming up ahead of us here will be Kalimna Jetty, very popular fishing area, picnic area. Water we're travelling through here at the moment is Reeves Channel, which has an average depth of about 20 feet, a little further up. And these red and green markers will be passing, channel markers indicating deeper water from shallow water. ഇങ്ങോട്ട് നോക്കിയാൽ ആൻസാ എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് നോക്കും. നേരെ അങ്ങോട്ട് നോക്കാനാണോ? Back in the early 1900s, there's been a few owners since the sign days. The last few owners turned Fraser Island into a resort, so you can come over here for a weekend or a week and stay in the old homestead. They put down a 9-hole golf course, and in more recent times there's been 2 light aircraft landing strips, 2 tennis courts and an in-ground swimming pool being put in. അതിൻ്റെ വീടുകളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇവരെങ്ങനെ ഇവിടെ ഇങ്ങനെ ജീവിക്കും. കണ്ടോ, ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ സെറ്റാണ്. പക്ഷെ അതാണ് അവരുടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതമാണ്. കണ്ടോ, വാറി And then the Meattuck Hotel directly ahead of us here, right on the water's edge. ഇത് കണ്ടോ, എല്ലാ വീടുകളുടെ മുമ്പിലുണ്ട് ഓരോ ബോട്ടുകൾ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാറൊക്കെ ഉള്ള പോലെയാണ് കേട്ടോ. കാറും ഉണ്ട് കേട്ടോ. ഇവർക്ക് കുറച്ചും കൂടെ റോഡ് ആക്സസ് ഉള്ള വീടുകളാണ്. അപ്പോൾ അവർക്ക് വൺ സൈഡ് അവർക്ക് യൂസ് ചെയ്യാൻ ബോട്ടുകൾ, ഒരു സൈഡിൽ അവർക്ക് യൂസ് ചെയ്യാൻ അപ്പുറത്ത് വണ്ടികളും കാര്യങ്ങളൊക്കെ. ഇത് മനോഹരമായ വീടുകളാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യാം. പ്രദേശങ്ങൾ സമയത്ത് ഒരാൾ കയറിയിരിക്കുകയാണ്. സതീഷ് ചെറുപ്പക്കാരൻ എന്ന് പറയട്ടെ. സതീഷ് ചെറുപ്പക്കാരൻ ഒരു മോഡലൊക്കെയാണ്. ഏകദേശം 80 മോഡല്. അതല്ലേ നീ ഉദ്ദേശിച്ചത്? എന്താ ഒരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ താറാവ് വെക്കണവരെല്ലാം പേരെന്താണോ? ഓ
പോടെ. Hey, are those rocks? Where? നീ ഇവിടെ പോരെ. ഉച്ചപ്പടെ ഒന്നല്ല ഞാനിവിടെ നിൽക്കാം, ഞാനിവിടെ നിൽക്കാം. ചേച്ചാ, ചേട്ടാ, ഇവിടെ നിൽക്കാം. ആ അവിടെ കേട്ടോ. എങ്ങനാ ഞാൻ പിന്നെ കേട്ടില്ല നല്ല സ്ഥലം. അപ്പോൾ നമ്മുടെ ബോട്ട് സവാരി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതാണ്ട് റിവേഴ്സ് എടുത്ത് നമ്മുടെ അടിപൊളിയായിട്ട് പുള്ളി കൊണ്ട് പാർക്ക് ചെയ്യുന്നത് കേട്ടോ, അസാധ്യമാണ്. അപ്പോൾ എനിവേ ഈ സംഭവം നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത പരിപാടിയിലേക്ക്, ഇനി നമ്മൾ അടുത്ത സമുദ്രത്തിലേക്ക് നമ്മൾ നീങ്ങുവാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നീന്തണം, അങ്ങനെ സർഫിങ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ, ലേക്ക് എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സാധനം മിസ് ചെയ്യേണ്ട. അത് നമുക്ക് വർത്തിയാണ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് ഇത് റിയലായിട്ടും നിങ്ങൾ വർത്തിയാണ്, ഒരു സംശയം വേണ്ട കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ ഓരോ കാര്യവും ഓർക്കുക. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹാറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ സൺക്രീം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മസ്റ്റായിട്ട്, സൺഗ്ലാസസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക. കിട്ടുന്ന സാധനമായിരുന്നു. അപ്പം നമുക്ക് കടലിലുള്ള വർക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ ഗായ്സ്.